അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട രക്ഷിതാക്കൾ, വിദ്യാർത്ഥികളെ, സമസ്ത കേരള ഇസ്ലാം വിദ്യാഭ്യാസ ബോർഡ് 2024 അർദ്ധവാർഷിക പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറാക്കിയ 5ാം ക്ലാസ്സിന്റെ ലിസാനുൽ ഖുർആൻ ക്വസ്റ്റ്യൻ പേപ്പറാണ് വായിക്കുന്നത്. വളരെ വിശദീകരിച്ച് തന്നെ വായിക്കുന്നു, തീർച്ചയായിട്ടും ഉപകാരപ്പെടും. ഒന്ന് വായിക്കാം. 50 മാർക്കിനാണ് ചോദിച്ചിട്ടുള്ളത്. ഒന്നാമത്തെ ചോദ്യം, നുക്കമ്മിലുൽ ജദ്വൽ, താഴെ പറയുന്ന കോളങ്ങൾ പൂരിപ്പിക്കാനാണ്. മാലി മുലാരി, ഇവിടെ മുലാരി യക്തുബു സർഫാക്കി കൊടുത്തിട്ടുണ്ട്. അതേപോലെ യക്തുബിന്റെ മാലി സർഫാക്കാനാണ്. യക്തുബിന്റെ മാലി വരുന്ന കത്തബ എന്നുള്ളതാണ്. ഇവിടെ മുലാരി കൊടുത്തിട്ടുള്ളത് യക്തുബു യക്തുബാനി യക്തുബൂന, തക്തുബു തക്തുബാനി യക്തുബുന. ഇതേപോലെ ഇതിന്റെ മാലി സർഫാക്കും. കതബ കതബ കതബു, കതബത് കതബത കതബന. ഇങ്ങനെയാണ് മാലി സർഫാക്കേണ്ടത്. അതാണ് ഇവിടെ പൂരിപ്പിക്കേണ്ടത്. രണ്ടാമതായി മാലി കൊടുത്തിട്ടുണ്ട്, മുലാരിയാണ് സർഫാക്കേണ്ടത്. മാലിയിൽ കൊടുത്തിട്ടുള്ളത് കതബത്ത കതബത്തുമാ കതബത്തും, കതബത്തി കതബത്തുമാ കതബത്തുന്ന. ഇതിന് മുലാരിയാണ് സർഫാക്കേണ്ടത്. അപ്പൊ അതിന് മുലാരി ഇങ്ങനെ വരും: തക്തുബു തക്തുബു തക്തുബാനി തക്തുബൂന, തക്തുബീന തക്തുബാനി തക്തുബന. ഇങ്ങനെയാണ് ഇതിന്റെ മുലാരി വരുന്നത്. മാലി മുലാരി എന്ത് ചെയ്യണം? സർഫാക്കി പഠിക്കണം എന്നർത്ഥം. രണ്ടാമതായി ചോദിച്ചിട്ടുള്ളത് നൂസില് ബിൽ മുനാസിബി, ബ്രാക്കറ്റ് തന്നിട്ട് ഇതിലെടുത്ത് പൂരിപ്പിക്കാനാണ്. ആദ്യമായി ബ്രാക്കറ്റ് വായിക്കുന്നു. യർജിഉ യദ്റുസാനി യഖിലതാ യക്തുബുന യർജിഊന സഹബ. ഇതാണ് മാച്ച് ചെയ്യേണ്ടത്. ഒന്ന്, അൽ ആമിലൂന ഡാഷ് മിനശ്ശരിക്കത്തി എന്ന് പൂരിപ്പിക്കേണ്ടത് യർജിഊന എന്നുള്ളതാണ്. തൊഴിലാളികൾ കമ്പനിയിൽ നിന്ന് മടങ്ങുന്നു. അൽ ആമിലൂന എന്നുള്ളത് ജംഅ മുദക്കർ ഗായിബാണ്. ആമില് ആമിലാനി ആമിലൂന. അപ്പോ യർജിഊന എന്ന ജംഅ മുദക്കർ ഗായിബാണ് ഇവിടെ എന്ത് ചെയ്യേണ്ടത്? മാച്ച് ചെയ്യേണ്ടത്. അപ്പോ തന്നിട്ടുള്ളത് ഏതാണ് സീഗ എന്ന് നോക്കാം. ഉദാഹരണമായി ജംഅ മുദക്കർ ഗായിബാണെങ്കിൽ അതേ ജംഅ മുദക്കർ ഗായിബ യർജിഊന എന്നാണ് എന്ത് ചെയ്യേണ്ടത്? ഫില്ല് ചെയ്യേണ്ടത്. രണ്ടാമതായി അദ്ദാരിസാത്തു ഡാഷ് അത്തദ്രീബാത്ത്. അദ്ദാരിസാത്തു വിദ്യാർത്ഥിനികൾ, യക്തുബുന അത്തദ്രീബാത്ത് അവരെന്ത് ചെയ്യുന്നു? തദ്രീബാത്ത് എഴുതുന്നു. യക്തുബുന എന്നാണ് ഫില്ല് ചെയ്യേണ്ടത്. വിദ്യാർത്ഥിനികൾ എന്ന് പറയുമ്പോൾ അവർ ജംഅ മുഅന്നസ് ഗായിബാണ്. യക്തുബുന എന്നാണ് ഫില്ല് ചെയ്യേണ്ടത്. മൂന്ന്, അദ്ദാരിസു ഡാഷ് മിനൽ മദ്രസത്തി മസാഅൻ. അദ്ദാരിസു വിദ്യാർത്ഥി, യർജിഉ മടങ്ങുന്നു, മിനൽ മദ്രസത്തി മസാഅൻ മദ്രസയിൽ നിന്ന് വൈകുന്നേരം മടങ്ങുന്നു. ഇവിടെ പൂരിപ്പിക്കേണ്ടത് യർജിഉ എന്നുള്ളതാണ്. കാരണം അദ്ദാരിസു എന്നുള്ളത് വഹദാൻ മുദക്കർ ഗായിബാണ്. അതുകൊണ്ടാണ് യർജിഉ എന്ന വഹദാൻ മുദക്കർ ഗായിബ് ഇവിടെ ഫില്ല് ചെയ്യേണ്ടത്. നാലാമതായി ഹബീബത്തു വ ജുമാനത്തു ഡാഷ് മിനൻ നൗമി മുബക്കിറത്തൈനി എന്താ പൂരിപ്പിക്കാം? യഖിലതാ എന്നാ പൂരിപ്പിക്കേണ്ടത്. ഹബീബയും ജുമാനയും നേരത്തെ എണീക്കുന്നു, നേരത്തെ ഉണരുന്നു എന്നുള്ളതാണ്. ഇവിടെ യഖിലതാ അവർ രണ്ടുപേരും. ഇവിടെ തസ്നിയാണ്. അപ്പോ യഖിലതാ എന്ന തസ്നിയാണ് കൊടുക്കേണ്ടത്. അഞ്ചാമത്തത് ഹാമിദുൻ വ ഖാലിദുൻ ഡാഷ് ഫി സഫിൽ ഖാമിസ് എന്താ പൂരിപ്പിക്കേണ്ടത്? യദ്റുസാനി മിന ഫി സഫിൽ ഖാമിസി. ഹാമിദും ഖാലിദും 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഇവിടെ ഹാമിദ് ഖാലിദ് എന്നുള്ളത് തസ്നിയ മുദക്കറാണ്. അതുകൊണ്ട് എന്താ പൂരിപ്പിക്കേണ്ടത്? യദ്റുസാനി എന്നുള്ള തസ്നിയ മുദക്കറാണ് ഇവിടെ എന്ത് ചെയ്യേണ്ടത്? പൂരിപ്പിക്കേണ്ടത്. ആറാമത്തത് ഡാഷ് അൽ മുസാഫിർ ഇലാ ദുബൈ എന്ന് പൂരിപ്പിക്കുക. റഹബ റഹബൽ മുസാഫിർ ഇലാ ദുബൈ, യാത്രക്കാർ ദുബൈയിലേക്ക് പോയി. അപ്പൊ ഇവിടെ ഏത് സീഗയാണ് കൊടുത്തിട്ടുള്ളത്? ആ സീഗയോട് മാച്ച് ആയതാണ് ഇവിടെ എന്ത് ചെയ്യേണ്ടത്? പൂരിപ്പിക്കേണ്ടത് എന്നർത്ഥം.
ഇനി മൂന്നാമത്തത് നുക്കമ്മിൽ ബിൽ മുനാസിബി, യോജിച്ചത് പൂരിപ്പിക്കാനാണ്. യഖിലത്തിൽ ഉമ്മു ഖബ്ലൽ ഫജ്രി, ഉമ്മ ഫജ്റിന്റെ മുന്നേ ഉണരുന്നു. വസല്ലത്ത് സ്വലാത്ത തഹജ്ജുദി, ഉമ്മ തഹജ്ജുദ് നിസ്കരിക്കുന്നപ്പോ വസല്ലത്ത്, യഖിലത്തിൽ ഉമ്മു ഖബ്ലൽ ഫജ്രി വസല്ലത്ത് എന്ന് പൂരിപ്പിക്കും. സ്വല്ലത്ത് എന്ന് എന്താക്കണം? ഉമ്മ മുഅന്നസ് ആയത് കൊണ്ട് സ്വല്ലത്ത് എന്ന് എന്താക്കണം? മുഅന്നസ് ആക്കണം. താവ് കൊടുക്കണം എന്നർത്ഥം. സല്ല എന്ന് കൊടുത്താൽ തെറ്റാണ്. ഐഖലത്ത് ഇബ്നതൈഹ ലബീബ വജുമാന, ഉമ്മ എന്ത് ചെയ്തു? തന്റെ പെൺമക്കളായ ലബീബയെയും ജുമാനെയും ഉണർത്തി. വയഖിലതാ മിനന്നൗം, രണ്ടുപേരും എന്ത് ചെയ്തു? ഉറക്കിൽ നിന്ന് എണീറ്റു. അപ്പൊ ഇവിടെ ഐഖലത്ത് എന്നെന്ത് ചെയ്യണം? മുഅന്നസാക്കി കൊടുക്കണം. തദ്കുറാനില്ലാഹ വനല്ലഫത്തൽ അസ്നാന ബിൽ ഫുർഷാത്തി വൽ മാജൂൻ, അവർ അള്ളാഹ്ക്ക് ദിക്ർ ചൊല്ലുന്നു, പല്ലുകളൊക്കെ എന്ത് ചെയ്യുന്നു? വൃത്തിയാക്കുന്നു. അപ്പൊ ഇവിടെ എന്ത് ചെയ്യണം? തസ്നിയ മുഅന്നസ്, തസ്നിയ മുഅന്നസ് കൊടുത്തിട്ടാണ് ഇവിടെ എന്ത് ചെയ്യേണ്ടത്? പൂരിപ്പിക്കേണ്ടത്. ഇനി നാലാമത്തെ നുത്തമ്മിമു പൂരിപ്പിക്കാനാണ്. ഒന്ന് വജബ ശുക്റു അലൈന മാ ദഅ ലില്ലാഹി ദാഇ, അപ്പൊ ഇതാണ് പൂരിപ്പിക്കേണ്ടത്. രണ്ടാമത്തത് അൽഹംദുലില്ലാഹില്ലദി അഹ്യാനാ ബഅദ മാ മാതനി വഇലൈഹി നുശൂർ, ഇവിടെ ഉറങ്ങി നീക്കുമ്പോൾ ദിക്റാണ് എന്ത് ചെയ്യേണ്ടത്? പൂരിപ്പിക്കേണ്ടത്. മൂന്ന് ഹഫറ ജിബ്രീൽ അലൈഹിസ്സലാം ബിഗറ സംസം, ജിബ്രീൽ അലൈഹിസ്സലാം സംസം കിണർ കുഴിച്ചു, സംസം എന്നാണ് പൂരിപ്പിക്കേണ്ടത്. നാല് യദ്ഹബുൽ അബു ഇലൽ മസ്ജിദി, ഉപ്പ പള്ളിയിലേക്ക് പോകുന്നു. ഇനി അഞ്ചാമത്തത് നക്തുബുൽ മുസന്ന ലി ഹാദിഹിൽ അഫ്ആലി, താഴെ കൊടുത്ത ഫേലുകളുടെ മുസന്ന ഇതാനാണ്, ദിവചൻ മൈതാനാണ്. ഒന്ന് ഗസ്സല, അതിന്റെ മുസന്ന എങ്ങനെ വരും? ഗസ്സല, ഗസ്സല അവൻ കഴുകി. ഗസ്സല രണ്ടു പേർ കഴുകി. രണ്ടു പേർ അർത്ഥം കിട്ടുമ്പോൾ എന്ത് കൊടുക്കണം? അവസാനം അലിഫ് കൊടുക്കണം. ഗസ്സല ഗസ്സല. യഖ്റുജു യഖ്റുജാനി, യകൂനു യകൂനാനി, യഫ്തഹു യഫ്തഹാനി, സല്ലമ സല്ലമ, യഅ്കുലു യഅ്കുലാനി. ഇങ്ങനെ എന്ത് ചെയ്യാ? മാലിയാകും അലിഫ് കൊടുക്കുക, മുളാരി തസ്നിയാൻ അലിഫ് നൂനും കൊടുക്കണം. സല്ലമ യഅ്കുലാനി എന്ന് പറയുന്നത് പോലെ. ഇനി ആറാമത്തെ ആക്ടിവിറ്റി നുഅദ്ദിബു, അറബിയിൽ എഴുതാനാണ്. ഒന്ന്, നീ രാവിലെ ഖുർആൻ ഓതിയോ? ഇങ്ങനെ ചോദിക്കണം. ഹൽ ഖറഅത്തിൽ ഖുർആന സ്വബാഹൻ. ഇനി ഏഴാമത്തത് നുതർജിമു, അറബി മലയാളത്തിൽ എഴുതാനാണ്. ഒന്ന് ഹൽ തജീഉ മഈ യാ സമീലി, എന്റെ കൂട്ടുകാരാ നീ എന്റെ കൂടെ വരുന്നോ? പഴയ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നോക്കുന്നത് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.